മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി അധ്യക്ഷനുമായിരുന്ന അജിത് പവാറിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പ്രതിപക്ഷ കക്ഷികളായ ശിവസേനയും കോൺഗ്രസും രംഗത്തെത്തി. ബുധനാഴ്ച മഹാരാഷ്ട്രയിലെ ബാരാമതിക്ക് സമീപമുണ്ടായ വിമാനാപകടത്തിലാണ് പവാറിന് ദാരുണാന്ത്യം സംഭവിച്ചത്. അപകടത്തിന്റെ സാഹചര്യങ്ങൾ ചോദ്യം ചെയ്തും ഗൂഢാലോചന ആരോപിച്ചുമാണ് പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. രണ്ട് പ്രധാന NCP വിഭാഗങ്ങൾ തമ്മിലുള്ള ഏകീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന സമയത്തായിരുന്നു അപകടം. ശിവസേന രാജ്യസഭാ MP സഞ്ജയ് റാവുത്ത് പവാറിൻ്റെ മരണത്തിന് പിന്നിലെ സാഹചര്യങ്ങളെ ചോദ്യം ചെയ്തു. അജിത് പവാറിനുണ്ടായ അപകടത്തെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിക്കുള്ളിൽ പോലും ഈ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇതിൽ എന്തോ ചതിയുണ്ട്, തിരശ്ശീലയ്ക്ക് പിന്നിൽ എന്തോ സംഭവിച്ചിരിക്കണം, അദ്ദേഹം പറഞ്ഞു. പവാർ പഴയ സഖ്യത്തിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ പവാറിനെതിരെയുള്ള അഴിമതി ആരോപണവുമായി BJP വീണ്ടും രംഗത്തെത്തി. പിന്നീട് ദുരൂഹമായ അപകടം സംഭവിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് BJP നേതാക്കളെക്കുറിച്ചുള്ള ചില ഫയലുകൾ ഉണ്ടെന്ന് അജിത് പവാർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇതിനർത്ഥം NDA വിടാൻ അജിത് പവാർ തീരുമാനിച്ചിരുന്നു എന്നാണ്. എനിക്ക് സംശയങ്ങളുണ്ട്, ഞാൻ ഈ വിഷയം പാർലമെൻറ്റിൽ ഉന്നയിക്കും, സഞ്ജയ് റാവുത്ത് കൂട്ടിച്ചേർത്തു. പവാറിൻ്റെ മരണത്തെ തുടർന്ന് NCPയിൽ രാഷ്ട്രീയ പിന്തുടർച്ചയെക്കുറിച്ച് ത്വരിതഗതിയിലുള്ള ചർച്ചകൾ നടന്നതിനെ കോൺഗ്രസ് നേതാവ് വിജയ് വട്ടേഡിവാർ ചോദ്യം ചെയ്തു. അജിത് ദാദയുടെ അപ്രതീക്ഷിത മരണം ഒരു ഗൂഢാലോചനയാകാം, ഇതൊരു പദ്ധതിയാണ്, ഇത് അന്വേഷിക്കണം. രണ്ട് NCP വിഭാഗങ്ങൾ ഒരുമിക്കുന്നത് തടയാൻ എവിടെയോ ഒരു ഗൂഢാലോചന നടന്നു. അതുകൊണ്ടാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഇത്രയും ധൃതിയിൽ നികത്തിയത് എന്ന് വിജയ് വടേട്ടിവാർ പറഞ്ഞു. റാവുത്തിൻ്റെ അഭിപ്രായങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് BJP നേതാവ് ഉജ്ജ്വൽ നിഗം എല്ലാ ആരോപണങ്ങളും തള്ളി. ആരോപണങ്ങൾ എല്ലാം തെറ്റാണ്. മരിച്ച ആത്മാവിനെക്കുറിച്ച് ഇത്രയും നിസ്സാരമായ രാഷ്ട്രീയം കളിക്കുന്നത് ലജ്ജാകരമാണ്. അത് ഒരു അപകടമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇതിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല, അദ്ദേഹം പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്ക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.